ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് 3 ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഷേക്ക് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് മിൽമ പാലെടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയായിട്ടുള്ള പാലാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള പാൽ പാക്കറ്റ് ഇതുപോലെ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചുറ്റിക വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് അടിച്ച് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പാൽ കൊണ്ട് തന്നെയാണ് നമ്മൾ 3 ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഷേക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഷാർജ ഷേക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റും ഒരു ഞാലിപ്പൂവൻ പഴവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 വലിയ സ്പൂണോളം പാൽ കട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഞാലിപ്പൂവൻ പഴവും ചേർക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ബൂസ്റ്റാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ബൂസ്റ്റും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഓറിയോ ഷേക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 വലിയ സ്പൂൺ പാൽക്കട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3 ഓറിയോ ബിസ്ക്കറ്റും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് മധുരം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ മധുരമാണ് ഇട്ട് കൊടുക്കുന്നത്. ഓറിയോ ബിസ്ക്കറ്റിന് ഓൾറെഡി മധുരം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 1 സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഷേക്കായ ഓറിയോ ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിടുന്നുണ്ട്. അപ്പോൾ ഓറിയോ ഷേക്കും റെഡിയായി. ഇനി നമുക്ക് മാംഗോ ഷേക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു മാങ്ങ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാൽക്കട്ടയാണ്. അപ്പോൾ പാൽക്കട്ട ബാക്കി ഇനി 2 സ്പൂൺ കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൂടി നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ഷേക്കും ഇവിടെ റെഡിയായി. മാംഗോ ഷേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ജെംസും കാഷ്യൂനട്ടും ഇടുന്നുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പാൽ കൊണ്ട് നമ്മൾ 3 ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓറിയോ ഷേക്ക്, മാംഗോ ഷേക്ക്, ഷാർജ ഷേക്ക്. വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഷേക്കുകളാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്